Dear students, welcome back to DBMS class. Now we will discuss database architecture. What is the importance of database architecture and what are the different types of architecture? Okay. So, database architecture is a database management system design that depend on the database architecture. That DBMS design depends upon its architecture, and its architecture depends upon how the user are connected to the database to get their request done. That or user എങ്ങനെയാണോ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ദെൻ ഈ ഡാറ്റാബേസ് ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർക്കിടെക്ചറിൽ മെയിനായിട്ട് 3 ടൈപ്പ് ആർക്കിടെക്ചറാണുള്ളത്. ഒന്ന് സിംഗിൾ ടയർ ആർക്കിടെക്ചർ, സെക്കൻഡ് വൺ 2 ടയർ ആർക്കിടെക്ചർ ആൻഡ് തേർഡ് വൺ 3 ടയർ ആർക്കിടെക്ചർ. അപ്പം നമ്മൾ പറഞ്ഞു ആർക്കിടെക്ചർ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, യൂസർ എങ്ങനെയാണോ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് അനുസരിച്ചാണ്, അതായത് യൂസർ എങ്ങനെയാണ് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള ഇതിനനുസരിച്ചാണ് 3 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ടയർ ആർക്കിടെക്ചർ, 2 ടയർ ആർക്കിടെക്ചർ ആൻഡ് 3 ടയർ ആർക്കിടെക്ചർ. നെക്സ്റ്റ്, ഒരു ആപ്ലിക്കേഷനെ 3 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ പ്രസൻറ്റേഷൻ ലെയർ ഓർ യൂസർ ഇൻ്റർഫേസ് ലെയർ. പ്രസൻറ്റേഷൻ ലെയറോ യൂസർ ഇൻ്റർഫേസ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTML എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാംസ് ആയിരിക്കാം അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ലെയർ എന്ന് പറയുന്നത്. അതായത് യൂസറായിട്ട് ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ലെയറിനെയാണ് എന്ത് പറയുന്നത്, പ്രസൻറ്റേഷൻ ലെയർ അല്ലെങ്കിൽ ഇൻ്റർഫേസ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമായിട്ട് യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്നത് ഈ ഒരു പ്രസൻറ്റേഷൻ ലെയറിൽ ഒന്നുകിൽ ഒരു കീബോർഡ് ആക്ഷനിലൂടെ അല്ലെങ്കിൽ മൗസ് ക്ലിക്കിലൂടെ ഒക്കെ ആയിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ. Application layer is act as a mediator between the user and the database. ഡാറ്റാബേസും യൂസറും തമ്മിലുള്ള ഒരു മീഡിയേറ്ററാണ് എന്ത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ ലെയറിലൂടെ കൊടുക്കുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ എന്തൊക്കെയാണോ അവിടെ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ റിക്വസ്റ്റുകൾ എന്തൊക്കെയാണോ ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള പ്രോഗ്രാം ലോജിക്കുകളാണ് എന്തിനകത്ത് വരുന്നത്, ആപ്ലിക്കേഷൻ ലെയറിനകത്ത് വരുന്നത്. ദെൻ ഈ ആപ്ലിക്കേഷൻ ലെയറാണ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാറ്റാബേസ് സെർവർ അല്ലെങ്കിൽ സെർവർ ലെയറാണ്. സെർവർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് മെയിനായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ആ ഡാറ്റയിൽ നമുക്ക് ആക്ഷൻസ് ഡാറ്റാബേസ് എന്തെങ്കിലും ഓപ്പറേഷൻസൊക്കെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്, അതായത് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിനകത്തുനിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്ന ഒരു ലെയറിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഡാറ്റാബേസ് സെർവർ എന്ന് പറയുന്നത്. സിംഗിൾ ടയർ ആർക്കിടെക്ചർ. In this architecture, the database is directly available to user. അതായത് ഈ ഒരു ആർക്കിടെക്ചറിനകത്ത് നമ്മുടെ പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് ഡാറ്റാബേസ് ലെയർ, ഈ 3 ലെയേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ എ സിംഗിൾ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ ആയിരിക്കും ഈ 3 കാര്യങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, പ്രസൻറ്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും ആൻഡ് ഡാറ്റാബേസ് ലെയറും. ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. MySQL അല്ലെങ്കിൽ PostgreSQL സോഫ്റ്റ്വെയർ നമ്മളുടെ ലാപ്പിനകത്തേക്ക് ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതിനകത്തു നിന്നുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യാനും ഇതുപോലെ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്, അതായത് SQL യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാസ് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിനെയാണ് എന്ത് പറയുന്നത്, സിംഗിൾ ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്
ഒരു സിംഗിൾ യൂസറിന് ആ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലൂടെ അതിനെ ആക്സസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും റിമോട്ടായിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമുക്ക് ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് സിംഗിൾ യൂസറിനെ മാത്രമേ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതുന്നു, ഡാറ്റാബേസിനകത്തേക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു, അവിടുന്ന് റിട്രീവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എഴുതുന്നു, അത് റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചെയ്യുന്നു. ഇത്രയാണ് സിംഗിൾ ടയർ ആർക്കിടെക്ചറിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ടയർ ആർക്കിടെക്ചർ. ആൻഡ് ടു ടയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. In this architecture is divided into two parts, client tier and data tier. Client tier എന്ന് പറയുമ്പം അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട്, പ്രസൻറ്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും ക്ലയൻറ്റ് ടയറിലാണ് വരുന്നത്. ദെൻ ഡാറ്റ ടയറിനകത്താണ് ഡാറ്റാബേസ് ലെയേഴ്സ് ഉള്ളത്. ഓക്കെ, ദ യൂസർ ഇൻ്റർഫേസ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ റൺ അറ്റ് ക്ലയൻറ്റ് സൈഡ്. And the server side is responsible to provide functionalities like query processing and transaction management, etc. Okay. Then നമുക്ക് ക്ലയൻറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും യൂസർ ഇൻ്റർഫേസും വരുന്നത് ക്ലയൻറ്റ് സൈഡിലാണ്. ദെൻ ഡാറ്റാബേസും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് ഡാറ്റ ടയറിലാണ്. അപ്പോൾ ഈ ക്ലയൻറ്റ് ടയറും ഡാറ്റ ടയറിലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ക്ലയൻറ്റ് സൈഡ് ആപ്ലിക്കേഷൻ എസ്റ്റാബ്ലിഷസ് എ കണക്ഷൻ വിത്ത് ദ സെർവർ സൈഡ് ബൈ യൂസിങ് ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി. ഓക്കെ, ഒരു ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ദ യൂസ് എൻ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ്. ഇറ്റ് ഈസ് ലൈക്ക് ODBC ഓർ JDBC. JDBC പോലുള്ള ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടാണ് ക്ലയൻറ്റും സെർവറും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫിക്കേഷൻ ആൻഡ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസേഴ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പെർഫോമൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഓരോ യൂസറിൻ്റെ കേസിലും എന്തുണ്ടായിരിക്കും, ഒരു പ്രസൻറ്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും ഉണ്ട്. ദെൻ അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡാറ്റാബേസ് ഒരു സിംഗിൾ ഡാറ്റാബേസിൽ തന്നെയായിരിക്കും ഈ ആപ്ലിക്കേഷൻസൊക്കെ ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ത്രീ ടയർ ആർക്കിടെക്ചർ. Three-tier architecture is divided into three parts: presentation layer and client tier, and application layer or business tier, and database layer. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ടു ടയർ ആർക്കിടെക്ചറിനകത്ത് ക്ലയൻറ്റ് സൈഡിൽ തന്നെയായിരുന്നു പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടായിരുന്നത്. അപ്പോൾ ത്രീ ടയർ ആർക്കിടെക്ചർ യൂസ് ചെയ്യുമ്പം ഇവിടെ നോക്കൂ, ക്ലയൻറ്റ് സൈഡിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ക്രോം ലൈക്ക് സോഫ്റ്റ്വെയർസൊക്കെയാണ് ഉള്ളത്. ദെൻ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റിനും ഡാറ്റാബേസ് സെർവറിനും മിഡിലായിട്ട് ഒരു ലെയർ കൂടി വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ലെയർ, ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയും. ദെൻ ആപ്ലിക്കേഷൻ സെർവറിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് അത് ഒന്നുകിൽ PHPയിലോ പൈത്തണിലോ ഒക്കെ എഴുതിയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർഫേസ് ലെയറാണ് വരുന്നത്. ദെൻ ആ ഇൻ്റർഫേസ് ലെയറിൽ ഉപയോഗിച്ചിട്ടുള്ള ലോജിക്, അത് പ്രോഗ്രാം ലോജിക് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആപ്ലിക്കേഷൻ സെർവറിലായിരിക്കും. ദെൻ ഈ ആപ്ലിക്കേഷൻ സെർവർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസ് സെർവറിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ടു ടയർ ആർക്കിടെക്ചറിൽ ക്ലയൻറ്റ് ഡയറക്റ്റായിട്ട് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്തിരുന്നു. ത്രീ ടയർ ആർക്കിടെക്ചർ വരുമ്പോൾ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ സെർവർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസ് ടയറിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം ത്രീ ടയർ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഓൺലൈൻ ബാങ്കിങ് നോക്കാം. ഓൺലൈൻ ബാങ്കിങ്ങിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്, പ്രസൻറ്റേഷൻ ലെയറായിട്ടാണ്. ദെൻ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു സെർവർ സിസ്റ്റത്തിനകത്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ ഡാറ്റാബേസ് സെർവറിൽ നിന്ന് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം.
വൺ ടയർ ആർക്കിടെക്ചർ ആണെങ്കിൽ ഈ പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് ഡാറ്റാബേസ് ലെയേഴ്സ് ഈ മൂന്ന് എണ്ണം കൂടി എന്തിനകത്തായിരിക്കും? ഒരു സിസ്റ്റത്തിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസർ ഡയറക്റ്റായിട്ട് ഡാറ്റാബേസ് ലെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then two-tier architecture ആണെങ്കിൽ presentation layer and application layers are stored in a client system and the database layer is stored in server system. Server സൈഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. Then ഈ ക്ലയൻറ്റ് സിസ്റ്റവും ഡാറ്റാബേസ് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി പോലുള്ള APIs ഉപയോഗിച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ദെൻ 3-tier ആർക്കിടെക്ചർ വരുമ്പം ഈ മൂന്ന് ലെയേഴ്സും, അതായത് പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് ഡാറ്റാബേസ് ലെയേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് സെർവേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് യൂസർ ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലായിരിക്കും പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സെർവറിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ദെൻ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഡാറ്റാബേസ് സെർവറിനകത്തായിരിക്കും, ഡാറ്റ സെർവേഴ്സിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ടയേഴ്സായിട്ടാണത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.